നിബിതങ്ങളുടെ മുമ്പിൽ ഒരു കൂട്ടം മുശ്രിക്കുകൾ വന്ന് കുറെ പൈസയുമായി. ഞങ്ങൾ ചോദിച്ചു, എന്തിനാണിത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് അംർ ഇബ്നു വുദ് നിങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട്. അംർ ഇബ്നു വുദ് നിങ്ങളാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാം. അംർ ഇബ്നു വുദ് എന്ന നിങ്ങളുടെ കണ്ണിൽ മുശ്രിക്കായ മനുഷ്യന്റെ ആ ഡെഡ് ബോഡി ഞങ്ങൾക്ക് നിങ്ങൾ വിട്ടുതരുമോ? അതിന് കൊണ്ടുവന്ന റാൻസമാണിത്, അതിന് കൊണ്ടുവന്ന പൈസയാണിത്. ഒരു ശത്രുവിനെ നിബിതങ്ങളും സഹാബികളും പിടിച്ചു. അയാൾ വധിക്കപ്പെടേണ്ട ആളായിരുന്നു, വധിക്കപ്പെട്ടു. അന്നേരം അയാളുടെ ബന്ധുക്കളും മക്കാരായ നേതാക്കന്മാരും വന്ന് പറഞ്ഞു, ആ ഡെഡ് ബോഡിയെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരുമോ? അതിന് നിബിതങ്ങൾക്ക് പൈസ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് കൈക്കൂലി കൊടുക്കുന്ന പോലെ. എന്താ നിബിതങ്ങൾ പറഞ്ഞത്? ഇദ്ഫഉ ഇലൈഹിം ജീഫത ഫഇന്നഹു ഖബീസുൽ ജീഫ ഖബീസുദ് ദിയ. കൊടുത്തോളൂ ആ ഡെഡ് ബോഡി അയാൾക്ക്. അയാളുടെ ശരീരം തന്നെ മോശമല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ അയാൾക്ക് പകരം പൈസ വാങ്ങിക്കുന്നത്? പൈസ വേണ്ട, വെറുതെ കൊണ്ടുപോയിക്കോട്ടെ. എപ്പോഴാണ് നബിതങ്ങളിൽ പറയുന്നതെന്നറിയണേ? സ്വഹാബത്തിന് പൈസ ആവശ്യമുള്ള സമയം. മക്കയിൽ എല്ലാം ഉപേക്ഷിച്ചു വന്ന കാലമാണ്, ഹിജറ വന്ന കാലമാണത്. പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. വീടുകളില്ലാത്തവർ, നിക്കാഹ് ചെയ്യാൻ മഹർ കൊടുക്കാൻ കഴിവില്ലാത്തവർ, ഒരുപാട് പ്രയാസമുള്ള നേരത്ത് മുശ്രിക്കുകളായ ആളുകൾ പണം കൊണ്ടുവന്നപ്പോ, പണച്ചാക്കുമായി വന്നപ്പോ, അത് വേണ്ട, കൊടുത്തോളൂ, നമുക്കത് വേണ്ട, പൈസ വേണ്ട, ഡെഡ് ബോഡി വിട്ടുകൊടുത്തോളൂ എന്ന് സ്വഹാബത്തിന് പരിശുദ്ധമായ ദീനിന്റെ നിലപാടുകൾ കാണിച്ചു കൊടുത്തു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈക്കൂലി വാങ്ങുന്ന വിഷയങ്ങൾ, സമൂഹത്തിന്റെ പൊതുമുതൽ ഉപയോഗിക്കുന്നത്, സമൂഹത്തിന്റെ മൊത്തമായ പേരിൽ പിരിച്ചുണ്ടാക്കുന്ന സംഖ്യകളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം കൃത്യമായും കണിശമായും ചർച്ച ചെയ്ത ദീനാണ് ശരീഅത്തുൽ ഇസ്ലാം. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, നിബിതങ്ങളാ പറയുന്നത്, ഹലാല് ഹലാലാണ്, ഹറാം ഹറാമാണ്. ഈ കൈക്കൂലി നമുക്ക് പാടുള്ളതല്ല. മുസ്ലിമീങ്ങളായ ആളുകൾ മനസ്സിലാക്കുക. ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത്, ഒരു ജോലിയിൽ ഒരു ഉദ്യോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത്, ആ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ഹദിയകളോ സമ്മാനങ്ങളോ വാങ്ങിക്കുന്നത് ബ്രൈബ് എന്ന കാറ്റഗറിയിൽ വരും, കൈക്കൂലി എന്ന കാറ്റഗറിയിൽ വരും. അത് നിഷിദ്ധവും ഹറാമുമാണ്. എന്തുകൊണ്ട്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മിസ്രിലേക്ക് ഏൽപ്പിക്കപ്പെട്ടത് ഗവർണർ തിരിച്ചു വന്നപ്പോ, ഒരുപാട് ഹദിയ കൊണ്ടുവന്നപ്പോ ആളുകൾ, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ചോദിച്ചു, ഇത് എന്താണ്? സക്കാത്തിന്റെ സ്വത്ത് കൊണ്ടുവന്നു, കുറെ ഹദിയകളും. ഇതെന്താ? ഇത് സക്കാത്താണോ മറന്നവരെ? അപ്പൊ ഇതോ? ഇതെനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ആ അധികാരം ഞാൻ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സമ്മാനം കിട്ടുമായിരുന്നോ? നിങ്ങൾ സാധാരണ മുസ്ലിമാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളില്ല, ഭരണമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സമ്മാനം ലഭിക്കുമായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്നാൽ ഇത് അധികാരമുണ്ടായതിന്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടിയതാണ്. അത് മുസ്ലിമീങ്ങൾക്കുള്ള സ്വത്താണ്, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ലെന്ന് ലോകത്തിന് മാതൃക കാണിച്ചവരാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ. ഇതൊക്കെ സൂക്ഷ്മതകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാഹിബ് റസൂലില്ലാഹ്, മുത്തനബി തങ്ങളുടെ സാഹിബായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് എത്യോപ്യക്കാരനായ ഒരു അടിമയുണ്ടായിരുന്നു. ജാഹിലിയ കാലം, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ജ്യോത്സ്യനായിരുന്നു, ഫോർച്യൂൺ ടെല്ലറായിരുന്നു. ഭാവി പറയുന്ന ആളാണ്, കൈനോക്കി പറയുന്ന ആളാണ്, ശറഅ് ചെയ്യരുത് എന്ന് പറഞ്ഞ പണി ചെയ്തിരുന്ന ആളാണ്. പിന്നെയാ മുസ്ലിമായത്. അന്നൊരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ടുകൊടുത്തപ്പോ വിശപ്പിന്റെ കാഠിന്യത്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ചുപോയി. ഇയാൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ അസദിരി മാ ഹാദാ, ഈ ഭക്ഷണം എവിടെ നിന്ന് കിട്ടിയതാണെന്ന് നിങ്ങൾക്കറിയുമോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അറിയില്ല, എവിടെന്നാണ്? അദ്ദേഹം പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്ത് ഞാൻ ഒരാൾക്ക് ജ്യോത്സ്യപ്പണിത്തിന് കൊടുത്തിരുന്നു. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പിശാചിന്റെ സഹായത്താൽ ഉണ്ടാക്കി നുണ പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാട്. ആ സംഗതി ശരിയായി, സംഗതി വശാൽ എങ്ങനെയോ അത് ശരിയായി വന്നപ്പോ ആ സന്തോഷം കൊണ്ട് അയാൾ എനിക്ക് കുറച്ച് പൈസ തന്നു. അതുകൊണ്ട് വാങ്ങിച്ച ഫുഡായിരുന്നു, ഭക്ഷണമായിരുന്നു ഇത്.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അസ്നത്തനീ, നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ, നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വായിലേക്ക് കൈയിടുകയും കഴിച്ചുപോയ മുഴുവൻ ഭക്ഷണവും ഛർദ്ദിക്കുകയും ചെയ്തു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം പുറത്തെടുത്തു. ശരീരത്തിന്റെ ഉള്ളിൽ ഒരൽപ്പം പോലും ബാക്കിയില്ലാതെ ഛർദ്ദിച്ച് ക്ഷീണിച്ചപ്പോ പ്രിയപ്പെട്ട മകൾ മുത്തുനബിയുടെ ഭാര്യയായിരുന്ന നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബതാ, പ്രിയപ്പെട്ട ഉപ്പ ഒന്ന് നിർത്തിക്കോളൂ, മതി ഛർദ്ദിച്ചത്, മതി ഉപ്പ ഛർദ്ദിച്ചത്, ഇനി നിങ്ങൾക്ക് അപകടം സംഭവിച്ചു പോകും. അപ്പോഴാ സിദ്ദീഖ് എന്നവർ പറയുന്നത്, അല്ലാഹുവേ, ഞാൻ അറിയാതെ കഴിച്ചുപോയി റബ്ബേ, ഇവൻ ജോത്സ്യപ്പണി എടുത്ത കാശുകൊണ്ട് വാങ്ങിച്ച ഭക്ഷണം ഞാൻ കഴിച്ചുപോയി, ഞാൻ എനിക്ക് കഴിയുന്നത് മുഴുവനും പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് റബ്ബേ, ഇനി ഏതെങ്കിലും ഒരംശം ചോരയിലേക്ക് കയറിപ്പോവുകയോ എന്റെ ശരീരത്തിലേക്ക് അതിന്റെ പോഷണം വലിച്ചെടുക്കപ്പെടുകയോ ചെയ്ത് എന്റെ ശരീരത്തിന്റെ ഭാഗമായി പോയ വല്ലതും ഈ ഭക്ഷണത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അബൂബക്കറിനോട് പൊറുക്കേണമേ, അബൂബക്കറിന് ക്ഷമിക്കേണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് മുസ്ലിമിന്റെ സൂക്ഷ്മതയാണ്, ഇത് മുസ്ലിമിന്റെ സൂക്ഷ്മതയാണ്. പലിശ ഏർപ്പാടുകളുള്ള ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർ, പലിശയുമായി ബന്ധപ്പെട്ട വട്ടിപ്പലിശയും അല്ലാത്തതും നുണകൾ പറഞ്ഞുണ്ടാക്കുന്ന ബിസിനസ്സുകൾ, കള്ള് പോലെയുള്ള സാധനങ്ങൾ, ടോക്സിക്കന്റുകൾ വിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ ഏതെല്ലാം ശറഅ് നിഷിദ്ധമാക്കുന്ന വ്യഭിചാരമടക്കമുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ എത്ര വലിയ കോടീശ്വരന്മാരായാൽ പോലും നമ്മുടെ പള്ളികളുടെ കമ്മിറ്റികളിലേക്ക് അവർക്ക് വരാൻ പാടുള്ളതല്ല. അവരുടെ സംഭാവനയോ സ്വതക്കയോ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളതുമല്ല. കാരണം എന്തുകൊണ്ട് ഹലാലെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബാ, ഹലാലും പൊരുത്തമുള്ളവരെ അല്ലാഹു സ്വീകരിക്കൂ, അല്ലാത്ത സ്വത്തുകൾ നമുക്ക് പാടില്ലാത്തതാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ടവരുടെ സൂക്ഷ്മതയായിരുന്നുവത്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്, അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കുന്നവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഇതിൽ ഏറ്റവും വലിയ മാതൃക കാണിച്ചു പോയത്.